ഹായ്, ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു ചെടീൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഗാർഡനർ വന്ന് നമ്മൾ ഒരു സൈഡിലുള്ള ബാമ്പു ഒക്കെ കണ്ടോ വളർന്ന് വലുതായി മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സൈഡ് അവർ പിന്നെ വന്നില്ല, വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നില്ല. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നതുകൊണ്ട് ആ പണി ഞാൻ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് കരുതി. അപ്പം പണിക്കാർ വന്നാലും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പണി നമ്മൾ ചെയ്യണം. അങ്ങനെ ഞാൻ ആ പണി ചെയ്യാമെന്ന് കരുതി. ഇത് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ പൂൾ സൈഡിലുള്ള ചെടി കംപ്ലീറ്റ് ആ വുഡൻ ടൈലിൽ വീണ് കിടക്കണം. അപ്പോൾ ഒരു വൃത്തിയില്ലാത്തത് പോലെയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് കട്ട് ചെയ്യുന്ന കത്രിക എടുത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. മറ്റേ ചെടി കട്ട് ചെയ്യുന്ന പ്ലെയർ പോലെ ഉള്ള കത്രിക ഉണ്ട് ഇവിടെ, പക്ഷേ ഈ വലിയ തണ്ടുള്ള ചെടിയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. പിന്നെ പിടിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അത് കുറേ ടൈം എടുക്കും. എനിക്കാണെങ്കിൽ ഒരു പണി ഇങ്ങനെ വെച്ച് നീട്ടുന്നത് തീരെ ഇഷ്ടമില്ല. ടപ്പേന്ന് പറഞ്ഞ് ചെയ്യണം, അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഈ ഫിഷ് കട്ട് ചെയ്യുന്ന കത്രിക എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പിടിച്ച് നമ്മളെ കൈക്കൊരു പരിചയം ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് പക്ഷേ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, അവസാനം കട്ട് ചെയ്ത് നല്ല വൃത്തിയെന്ന് വെച്ചാൽ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. വാവയിതാ ഞാൻ കട്ട് ചെയ്യുന്ന ഇലകളൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ചോദിക്കുന്നത് എന്താണ് ഇത്, ചേമ്പിൻ്റെ ഇലയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാണുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ തോന്നുന്നത്. ചോദിക്കുക ഞങ്ങൾ എടുത്തിട്ട് ചേമ്പാണല്ലേ, വാട്ടർ പ്രൂഫോ അല്ല, ചേമ്പിൻ്റെ ഇല പോലെയുള്ള സാധനമാണ്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചേമ്പ് വെച്ചാൽ മതിയായിരുന്നു. ഈ ഇല ഇതേപോലെ കാണുകയും ചെയ്യും, അടിയിൽ നമുക്ക് ആ കിഴങ്ങ് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പം വാവ ചോദിക്കുന്നുണ്ട് ഇത് ഒറിജിനൽ ചേമ്പിന്റെ ഇലയല്ല മോനെ, ചേമ്പിന്റെ ഇലയാണെങ്കിൽ ഇത് നമ്മൾ ഭംഗിക്ക് വേണ്ടി വെച്ചതാ. ഒറിജിനൽ ചേമ്പിന്റെ ഇലയിൽ വെള്ളം എടുത്തു കഴിഞ്ഞാലും വെള്ളം ഇങ്ങനെ വാട്ടർ പ്രൂഫ് പോലെ ബോള് പോലെ പോകും. മോനോട് ആരാ പറഞ്ഞെന്ന് വീഡിയോയിൽ കണ്ടതാണെന്നാ പറഞ്ഞത്. അപ്പം കുട്ടികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെന്നെ ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരും കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊരു വലിയ കാര്യമാണ്. അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ പണിയിലും മക്കളെയും കൂടെ കൂട്ടാറുണ്ട്. അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്യാറുണ്ട്. നമ്മളറിയാതെ നമുക്ക് ഒരുപാട് സഹായം അവരെ കൊണ്ട് കിട്ടും. കാര്യം നമ്മൾ 100 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, മോനെ അത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണി നമ്മൾ ഫാസ്റ്റ് ആകുകയും ചെയ്യും. എല്ലാം നമ്മുടെ കൈയെത്തും ദൂരത്ത് എത്തുകയും ചെയ്യും. അല്ലെങ്കിൽ അതൊക്കെ എടുക്കാനും വെക്കാനൊക്കെ ഞാൻ കിച്ചണിലും ഒക്കെ അങ്ങനെ തന്നെ. കിച്ചണൊക്കെ കൗണ്ടർ ടോപ്പ് ഇതൊക്കെ നീറ്റാക്കി വെക്കുമ്പോൾ ഓരോ സാധനം ഓരോ സ്ഥലത്ത് അതത് സ്ഥാനത്ത് വെക്കണമല്ലോ. നമ്മൾ ഈ 100 നടക്കണ്ടല്ലോ. അപ്പം മക്കളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്തോളും. അപ്പോൾ പെട്ടെന്ന് തന്നെ കിച്ചണും കൗണ്ടർ ടോപ്പും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആവും. അപ്പോൾ അതേപോലെ മക്കളെ നമ്മൾ ചെറുതാവുന്ന സമയത്തെ എല്ലാ പണിയിലും അവരെയും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു വയ്യായികയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോളും. അവരുടെ കാര്യമെങ്കിലും അവർ ചെയ്തോളും. അപ്പം ഞാൻ എല്ലാ കാര്യത്തിനും ഇപ്പോൾ അലക്കിയതൊക്കെ ചെറിയ മോനാണ് മടക്കി വെക്കുന്നത്. എൻ്റെ എല്ലാവരും ചോദിക്കും, ഈ ചെറിയ മോനാണ് ബെഡ്ഷീറ്റ് വിരിക്കും എല്ലാം നേരത്തെ മോൻ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. നമ്മളൊന്നും ചെയ്യിക്കാതെ വെക്കുമ്പോഴാണ് വലുതായി കഴിയുമ്പോൾ അവരൊന്നും ചെയ്യാതെ ആയിപ്പോവും. ചെയ്യുന്ന പണികളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുള്ളതായി തോന്നും. അപ്പോൾ ഇതാ റാമ് മുകളിൽ കയറിയിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നത്. കുറേ താഴേന്ന് എടുത്തു. ഇപ്പം കണ്ണൻ പഠിക്കാൻ പോയതുകൊണ്ട് പിന്നെ ഇപ്പോൾ റാമാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റിങ്ങും ഒക്കെ. എനിക്ക് ഈ വക സാധനങ്ങളൊന്നും അറിയില്ല. ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന സംഭവമേ എനിക്കറിയില്ല. ഒന്നാമത് മൂത്ത മോൻ പറയും അമ്മ ഇത് ചെയ്യുമ്പോഴേക്ക് ഞങ്ങളൊക്കെ വലുതായി ചെയ്തു തരുന്നതുകൊണ്ടാണ് അമ്മ ഈ ഭാഗം ശ്രദ്ധിക്കാത്തത്. കണ്ടോ, ഞാൻ വെട്ടി ഒതുക്കിയ ഈ ഭാഗം കണ്ടില്ലേ. നേരത്തെ ഈ വുഡൻ ടൈലിലൊക്കെ ഇങ്ങോട്ട് വീണ് കിടന്ന ചെടികളെല്ലാം ഇപ്പം വെട്ടി ഒതുക്കി ഒക്കെ ഒന്ന് ലെവലായിട്ടുണ്ട്. ഇപ്പോൾ ആ ചെടീൻ്റെ ഉള്ളിൽ വരെ നമുക്ക് കാണാം. നേരത്തെ നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും. കുട്ടികളൊക്കെ പോകുന്നതല്ലേ, പോകുമ്പോൾ നമുക്കും ഒരു പേടിയാണ്, അവർക്കും പേടിയാണ്. ഇപ്പോൾ അതൊക്കെ നീറ്റ് ആൻഡ് ക്ലീനായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ എല്ലാ പണികളും വേറൊരാളുടെ സഹായം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ടാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മക്കളിത് കണ്ട് നാളെ അവരും ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് വീടിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മളെ കണ്ടല്ലേ അവർ വളരുന്നത്. അപ്പം ഓക്കെ, ബൈ. ഞങ്ങളുടെ ഫാമിലി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം. നെഗറ്റീവോ പോസിറ്റീവോ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും.